രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് ഭീഷണികൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ ആ സൈബർ ബുള്ളിയിങ്ങും സൈബർ അറ്റാക്കും വളരെയധികം വന്നു കഴിഞ്ഞു. ആ ശിക്ഷാവിധിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇവരൊരു ജഡ്ജ് ഒരു BJPക്കാരിയാണെന്നും RSSകാരിയാണെന്നും സംഘിയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വർഗീയവാദിയാണെന്നും പറയുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് 15 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച വ്യക്തിയാണ് എന്നും കളിയാക്കിയിടുന്നുണ്ട്. എന്തായാലും രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ പ്രതികൾക്ക് 15 പേർക്ക് വധശിക്ഷ വിധിച്ചത് ഇന്ത്യയിലെ വധശിക്ഷ വിധിച്ചതിൽ ഏറ്റവും കൂടുതൽ പേരെ വിധിച്ചതിൽ 4ാമത്തെ റാങ്കാണ് അവർക്ക്. എന്തായാലും പോലീസ് സെക്യൂരിറ്റിക്ക് ഭീഷണിയുണ്ട് എന്ന് കരുതി മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ വസതിക്ക് ഒരു SIയും 5 പോലീസുകാരും അവിടെ സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞു. കേരളത്തിൽ ഇതുപോലെ കർക്കശമായ വിധികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കാം. പക്ഷേ ഒരു ജഡ്ജിൻ്റെ കൃത്യമായിട്ട് ചെയ്തു. കാരണം എവിഡൻസ് അനുസരിച്ചാണ് ശിക്ഷിക്കുന്നത്. എവിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസുകൾ പലതും വിട്ടും പോകും. അവരവരുടെ ജോലി നിർവഹിക്കുന്നു. വെറുതെ അല്ലല്ലോ ഒരാളെ തൂക്കാൻ വിധിക്കുക, അല്ലെങ്കിൽ 15 പേരെ തൂക്കാൻ വിധിക്കുന്നത്. കാരണം അത് ഒരാളെ നിഷ്ഠൂരമായി വെട്ടിക്കൊന്നതിനാണ്. അതിനാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച് അവർക്ക് വധശിക്ഷ കൊടുത്തത്. 2021 ഡിസംബർ 19 വെളുപ്പിന് 6 മണിക്കാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ കയറി അവർ 15 പേരോളം കൊലപ്പെടുത്തിയത്. ആ 15 പേരും 9 പേര് വീടിനകത്തും 3 പേര് വീടിന് വെളിയിലും, അതിൻ്റെ വെളിയിലും വേറെ 3 പേരും ഗൂഢാലോചനക്കാരും, അങ്ങനെ 15 പേരെയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഏകദേശം 32-35 പേരെ ആ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും ഗൂഢാലോചനയും ഈ കേസിന് കൊലപ്പെടുത്താനുള്ളതിന് സഹായികളായിട്ട് നിന്നവരാണ്. അവരുടെ കുറ്റച്ചാർജ് അടുത്ത് തന്നെ വരികയും ചെയ്യും. പക്ഷേ ഇതിന് തൊട്ട് മുമ്പ് ഷാൻ എന്ന SDPI പോപ്പുലർ ഫ്രണ്ടിലെ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയതിൻ്റെ തുടർന്ന് അടുത്ത 24 മണിക്കൂറിനകം രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തുകയായിരുന്നു. അവിടെ ആ കേസ് ഇതുവരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കണം. നീതി നടപ്പാക്കുന്നത് തുല്യമായിട്ടായിരിക്കണം. രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നതിന് കർക്കശമായ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഷാൻ്റെ കൊലപാതകത്തിലും അതേ രീതിയിലുള്ള ആൾക്കാരാരായാലും ശരി, ആ ഷാനെന്ന് പറഞ്ഞ SDPIയിലെ പ്രവർത്തകനായാലും ശരി, അവിടുത്തെ പൊതുക്കാര്യ പ്രവർത്തകനാണ്. ഷാന് കഴിഞ്ഞ അസംബ്ലിയിലും അസംബ്ലിയിൽ മാത്രമല്ല അവിടെ മറ്റേ പാർലമെൻറ്റിലും മത്സരിച്ചൊരു വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹത്തിനെ കൊന്ന് 24 മണിക്കൂറിനുള്ളിൽ എതിർചേരിയിലെ രഞ്ജിത്തിനെയും കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഏതായാലും ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നവർക്ക് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചേ പറ്റുള്ളൂ. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള നടപടി ഉണ്ടാവും, കർക്കശമായ നടപടി ഉണ്ടാവും. നല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന കുറ്റച്ചാർജ് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ആ രീതിയിലാണ് ആ ശിക്ഷ വിധിച്ചത്. അതിന് നമുക്ക് തെറ്റു പറയാൻ ഒക്കില്ല. നിങ്ങൾ കുറ്റം ചെയ്തിട്ടാണ് ആ ശിക്ഷ വന്നത്. ആ ഒരാളെ കൊലപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ് ഏറ്റവും എക്സ്ട്രീമായ പണിഷ്മെൻറ്റ് പറയുന്നത്. അത് ചെയ്യുന്നവർ മനസ്സിലാക്കിക്കണം, അവർക്ക് തീർച്ചയായിട്ടും ആ പണിഷ്മെൻറ്റ് കിട്ടാൻ അർഹനാണ്. പണിഷ്മെൻറ്റ് കിട്ടും, ചിലപ്പോൾ ജീവപര്യന്തത്തിലോട്ടും വരികയും ചെയ്യാം. പക്ഷേ ഇവിടെ SDPIയുടെ ആളെയും അതുപോലെ കൊന്നിട്ടുണ്ട്. അതിനും ഇതുപോലെയുള്ള പണിഷ്മെൻ്റ് ഉണ്ടാവും. അത് കേസിൻ്റെ ട്രയൽ ഉടനെ ആരംഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് 2021 തന്നെ ജനുവരി മാസത്തിൽ വയലാറിലെ ഒരു BJP പ്രവർത്തകനെ ഇതുപോലെ വെട്ടിക്കൊന്നിട്ടുണ്ട് SDPക്കാർ. അതിൻ്റെയും ട്രയൽ ഉടനെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും സെക്യൂരിറ്റി ജഡ്ജിന് കൊടുത്തിരിക്കുന്നു. അഡീഷണൽ സെഷൻ ജഡ്ജി VG ശ്രീദേവിക്ക് അവരാവശ്യപ്പെട്ടതാകാൻ സാധ്യതയില്ല. എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇത് മുഴുവൻ പോലീസ് വാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം പ്രൊട്ടക്ഷൻ കൊടുത്തത് നല്ല കാര്യം. അതുകൊണ്ട് മാവേലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജിക്ക്
6 പേരടങ്ങുന്ന പ്രൊട്ടക്ഷൻ തൽക്കാലം കൊടുത്തിട്ടുണ്ട്. അത് എന്തായാലും ഒരു പോലീസിൻ്റെ ഒരു സെക്യൂരിറ്റി ആസ്പെക്റ്റ് അനുസരിച്ച് ചെയ്തൊരു പ്രവൃത്തിയാണ്. ജഡ്ജ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റി കൊടുക്കുക പോലീസിൻ്റെ ചുമതലയാണ്. പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവും ഇതിനകത്ത്. അതനുസരിച്ച് സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞു.